നാൻപിയം നമുക്ക് എല്ലാവർക്കും അറിയാം. നാൻപിയം വന്നതിന് ശേഷം അഫ്നാൻ്റെ സുപ്രീമസി എന്നുള്ള ആ ഒരു ഐറ്റം അങ്ങ് വാണിഷായി പോയിട്ടാണ്. ശരിക്കും ആ ഒരു ഐറ്റം മാർക്കറ്റിൽ ഉണ്ടെങ്കിലും ആളുകൾക്ക് അത്രത്തോളം അത് യൂസ് ചെയ്യുന്നില്ല. നാൻപിയമ്മിൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അത്രത്തോളമാണ്. അതിനുശേഷമാണ് അഫ്നാനെ നാൻപിയമ്മിൻ്റെ എക്സ്പാൻഷൻ കൊണ്ടുവരുന്നത്. അതിലൊരുപാട് ഐറ്റംസ് കൊണ്ടുവന്നു. പക്ഷേ ഈ ഒരു ഐറ്റം ഈ വർഷത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു നൈറ്റ് ഔട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വാം സ്പൈസി പ്രൊഡക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഒരു ഫ്രാഗ്രൻസാണ്. ശരിക്കും ഇത് നമ്മൾ ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുന്ന നേരം എനിക്ക് വേണമെങ്കിൽ അതൊരു ഒക്കേഷണലി ഫ്രാഗ്രൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രാഗ്രൻസ് ആണെന്ന് എനിക്ക് പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസാണ്. അപ്പോൾ നമ്മൾ ഫ്രാഗ്രൻസിൻ്റെ സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നല്ലൊരു പ്രീമിയം ഹാർഡ് കേസ് ബോക്സാണ്. നല്ലൊരു മെറ്റലൈസ്ഡ് എഫക്റ്റ് കൊടുത്തിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ബോക്സാണ്. നമ്മൾ നോർമൽ നാൻപിയമ്മിനെ അപേക്ഷിച്ച് ഇതൊരു കുറച്ചും കൂടി പ്രീമിയം ഫീൽ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ബോക്സാണ്. ബോക്സ് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ടൈപ്പാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ പുറമേ ബോക്സിൻ്റെ പുറമേ എന്താണോ കാണുന്ന ആ ഒരു ഫീല് ബോട്ടിലും ക്യാപ്പിലും കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഒരു ഭംഗിയുള്ള പ്രസൻറ്റേഷനാണ്. അതേപോലെ ഒരു സ്ലിം ലുക്ക് തോന്നുന്ന രീതിയിലുള്ള ആ ഒരു ബോക്സിൻ്റെ പ്രസൻറ്റേഷനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ബോട്ടിൽ തന്നെ മാർബിൾ ടൈപ്പ് ഒരു ഫീല് വരുന്ന ഒരു ശരിക്കും എന്താ പറയുക, ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ഫീലാണ്. ഇതിൻ്റെ ഫ്രാഗ്രൻസിൻ്റെ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ശരിക്കും നമ്മളൊരു ഫസ്റ്റ് സ്നിഫ് തന്നെ നമുക്കൊരു ഫ്രൂട്ടി നോട്ട്സാണ് കിട്ടുന്നത്. ഫ്രൂട്ടി നോട്ട്സ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് അൽ ജസീറയുടെ മാജിക് ഉണ്ട്. മാജിക്കിൻ്റെ അതിൻ്റെ ഒരു നോട്ട്സ് ഫസ്റ്റ് വന്നു. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് അത് സ്നിഫ് ചെയ്തിട്ട് അതിൻ്റെ സ്മെല്ല് എടുക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് ജീൻ പോൾ ഗൾട്ടിയറിൻ്റെ ലിബ്യൂ പെർഫ്യൂമുണ്ട്. അതിൻ്റെ ഒരു സിമിലറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പല പ്രൊഫഷണൽസും പറയുന്നത് JPJ എലിക്സർ ഉണ്ട്, അതായിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിൽ പറയും. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഇതിൽ ഒരു ഫ്രാഗ്രൻസിൻ്റെ ട്വിസ്റ്റായിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. JPJ ലിബ്യൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രാഗ്രൻസ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം അതൊരു ട്രെൻഡിങ് ആണ്. അതായത് എക്സാക്ട്ലി ആ ഒരു ക്ലോൺ ഫ്രാഗ്രൻസുകൾ യൂസ് ചെയ്യാതെ ആ ഒരു ക്ലോൺ ഫ്രാഗ്രൻസിനെ മറ്റൊരു രീതിയിലോട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് പൊതുവെ ലോക്കൽ ബ്രാൻഡ്സ് ഒരുവിധം ഫ്രാഗ്രൻസുകളെല്ലാം മാർക്കറ്റിൽ വരുന്നത്. ഇതിൽ എഴുതിയ പോലെ തന്നെ ഇതിൽ ഫ്രാഗ്രൻസിൻ്റെ ഒരു ടോപ്പ് നോട്ടായിട്ട് പറയുകയാണെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ നമ്മളൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്ന നേരം നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്രൂട്ടി ടേസ്റ്റില്ലേ, ആ ഒരു ഫീലാണ് നമുക്ക് ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമാണ് ലാവൻഡർ. ശരിക്കും എന്താ പറയുക, ലാവൻഡറിൻ്റെ സ്മെല്ല് നമുക്കറിയാം, അതൊരു നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഒരുവിധം ഫ്രാഗ്രൻസുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഒരു നോട്ട്സാണ് ലാവൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ലാവൻഡറിൻ്റെ സ്മെല്ലും ആ ഒരു ഫ്രൂട്ടി നോട്ട്സുമായിട്ട് വരുന്ന നേരം ഒരു ഭയങ്കര സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു സ്റ്റേജിലോട്ട്, അതായത് ശരിക്കും ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ സ്നിഫിലാണ് നമുക്ക് അടുത്ത നോട്ടുകൾ മനസ്സിലാവുന്നത്. അതായത് ടോപ്പ് നോട്ട് തന്നെ ശരിക്കും ബർഗമോട്ടും ആപ്പിളും ഉണ്ട്, ഗ്രീൻ ആപ്പിളും ഉണ്ട്. അതിൻ്റെ നോട്ട്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും അത് ബർഗമോട്ടിൻ്റെ ആപ്പിളിൻ്റെ നോട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് നോട്ട് വന്നിട്ട് ഡ്രാഗൺ ഫ്രൂട്ട്, ലാവൻഡർ, ബർഗമോട്ട്, അതുപോലെ ഗ്രീൻ ആപ്പിളാണ്. ഇതിൻ്റെ മിഡിൽ നോട്ട് വന്നിട്ട് ടോഫി, കാർഡമോൺ, സെഡാറാണ് ഇതിൻ്റെ മിഡിൽ നോട്ടായിട്ട് വരുന്നത്. ബേസ് നോട്ട് ശരിക്കും എനിക്ക് കൂടുതലും ഫീൽ ചെയ്തത് ഇതിലൊരു പച്ചോളി, അതേപോലെ ടോങ്കാബിന്, അതേപോലെ ആംബ്രഫിക്സ്, ഇതൊക്കെ ശരിക്കും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ബേസ് നോട്ടിൽ. ശരിക്കും ഇതിൻ്റെ ഒരു ലോഞ്ചിവിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 6 to 8 hours ഇതിൻ്റെ ലോഞ്ചിവിറ്റി പറയുന്നത്. അതേപോലെ ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 1 hour ഡ്യൂറേഷൻ ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. അതേപോലെ സില്ലേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 30 minutes ഇതിൻ്റെ ഒരു സില്ലേജ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് ഉള്ള ഫ്രാഗ്രൻസാണ് നാൻപിയൻ നൈറ്റ് ഔട്ട്. ഇതൊരു യൂണിസെക്സ് ഫ്രാഗ്രൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു ബെസ്റ്റ്
ബെസ്റ്റ് പാർട്ടി വെയർ ആണെന്ന് എനിക്ക് പറയാം. അപ്പം നിങ്ങളൊക്കെ ഈ ഒരു ഫ്രാഗ്രൻസ് വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഫീല്, അതായത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ നോട്ട്സോ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രാഗ്രൻസിൽ ഒരുപാട് ട്വിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇതൊരു എക്സാക്ട്ലി ഇൻസ്പിറേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിലൊരുപാട് ട്വിസ്റ്റുകൾ വന്നതുകൊണ്ട് ഈ ഒരു ഫ്രാഗ്രൻസിനെ പലരും പല രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഈ ഒരു ഫ്രാഗ്രൻസ് വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീൽ എന്താണെന്നുള്ളത്, അത് യഥാർത്ഥമായിട്ടുള്ള ഫീല് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കും എനിക്കും അതൊക്കെ എന്താ പറയുക കൂടുതൽ പ്രചോദനവും അതേപോലെ നമുക്ക് കൂടുതൽ അറിവുകളും നൽകുന്ന കാര്യമാണ്. ശരിക്കും നമ്മൾ ഒരു ഫ്രാഗ്രൻസിനെ കുറിച്ച് കൂടുതൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫ്രാഗ്രൻസ് ഉപയോഗിക്കുന്നേരം ഓഡിയൻസ് ഏത് രീതിയിൽ ആ ഒരു ഫ്രാഗ്രൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആ ഒരു ഫ്രാഗ്രൻസ് ഉപയോഗിക്കുന്നത്, ഏത് സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നത്, പലരും പല രീതിയിലുള്ള വിലയിരുത്തലുകളുണ്ടാവാം. അപ്പം ഞാൻ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണോ പറയുന്നത് അതുതന്നെ ആയിരിക്കണം എന്നില്ല ആ ഒരു ഫ്രാഗ്രൻസിൻ്റെ എന്താ പറയുക യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്രാഗ്രൻസ് നിങ്ങൾ ഉപയോഗിക്കുന്നേരം നിങ്ങളുണ്ടാവുന്നിരിക്കുന്ന ആ ഒരു ഫീൽ എന്താണെന്ന് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് പുതിയ പ്രൊഡക്റ്റാണ്, ആഫ്റ്റർനൂൺ 9 PM നൈറ്റ് ഔട്ട്. ഈ ഒരു ഫ്രാഗ്രൻസിൻ്റെ പ്രൈസ് വന്നിരിക്കുന്ന ഏകദേശം 200 ദിറംസിൻ്റെ ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് പോയിൻ്റ് ആണെന്നുള്ളത് നമ്മൾ മൈൻഡിൽ വയ്ക്കാം. അപ്പോൾ ആ ഒരു പ്രൈസ് പോയിന്റിന് ഈ ഒരു ഫ്രാഗ്രൻസ് വാങ്ങി നമ്മൾ ആർക്കും ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിലും ഇൻ കേസ് നിങ്ങൾ പേഴ്സണലി ഉപയോഗിക്കുകയാണെങ്കിലും ആ ഒരു പ്രൈസിന് ഇത് വർത്താണെന്ന് എനിക്ക് പറയാം. അപ്പോൾ ആ ഒരു അത്തരം രീതിയിലുള്ള നല്ലൊരു പാക്കേജിങ്ങാണ്. അതേപോലെ ഈ ഒരു ഫ്രാഗ്രൻസിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിലും അത്തരം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ഓൾറെഡി ഇതൊരു മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു ഫ്രാഗ്രൻസുകൾ വാങ്ങി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെയൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. അപ്പോൾ വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.